എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 13-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന IT മിഷന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി റദ്ദാക്കും എന്നുള്ള അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നു. ഇതിൽ കുട്ടികളുടെ ആധാർ കാർഡിന്റെ കാര്യത്തിലാണ് ഇപ്പോഴുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. മുതിർന്നവരുടേതല്ല. ശിശുക്കൾക്ക് ആധാർ കാർഡ് എടുത്ത് 5 വർഷം കഴിഞ്ഞതിന് ശേഷം 7 വയസ്സിനുള്ളിലും 5 വയസ്സിന് ശേഷം എടുത്തിട്ടുള്ള ആധാർ കാർഡ്, പുതുക്കിയ ആധാർ കാർഡ് 15 വയസ്സിന് ശേഷം 17 വയസ്സിനുള്ളിലും നിർബന്ധമായിട്ടും പുതുക്കണം. ഇല്ലാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി റദ്ദാക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI ബന്ധപ്പെട്ട് സംസ്ഥാന IT മിഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നാണ് IT മിഷൻ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് സിറ്റിസൺ കോൾ സെന്റർ ആയിട്ടുള്ള 1800 42 51 1800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കും 0471 23 35 523 എന്ന കേരള സ്റ്റേറ്റ് IT മിഷന്റെ നമ്പറിലേക്കും ആധാർ സെക്ഷൻ നമ്പർ ആയിട്ടുള്ള 0471 252 54 42 എന്ന നമ്പറിലേക്കും വിളിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വാഹനത്തിന്റെ പുക പരിശോധിക്കാൻ ചെല്ലുന്ന സമയത്ത് പല ആളുകൾക്കും ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വാഹന രേഖയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തതാണ്. ഉടമസ്ഥന്റെ വാഹനരേഖയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത വാഹനങ്ങൾക്ക് ഇനി പുക പരിശോധിക്കാൻ കഴിയില്ല. നിലവിൽ അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹന ഉടമകൾ തീർച്ചയായിട്ടും ലൈസൻസും RC ബുക്കും ആധാറുമായിട്ട് ഉടനെ ബന്ധിപ്പിക്കണം. പുതുതായിട്ട് ഒരാൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുകയാണ് എങ്കിൽ RC പേരിലേക്ക് ആക്കുന്നതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ പുക പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനിരിക്കുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ടെസ്റ്റുകളുടെ എണ്ണം കുത്തനെ കുറച്ചിരുന്നു. ഇത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. പല ആളുകൾക്കും വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട ആളുകൾക്ക് പോലും ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ അവസ്ഥയുണ്ട്. 2-3 മാസം ഷെഡ്യൂൾ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഗതാഗത മന്ത്രി CP ജോണിന്റെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് ടെസ്റ്റുകളുടെ എണ്ണം, ദിനം പ്രതിയുള്ള ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടും എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഇന്ധന സെസ് സംസ്ഥാന സർക്കാർ കുറവ് വരുത്താൻ ആലോചന നടക്കുന്നു എന്നുള്ളതാണ് വിവരം. ഇതിന്റെ സാധ്യതകൾ മുഖ്യമന്ത്രി VD സതീശൻ തേടിയിട്ടുണ്ട്. ജൂൺ 19-ാം തീയതിയാണ് ബജറ്റ് നടക്കുന്നത്. ഈ ഒരു ബജറ്റിൽ ഇന്ധന സെസ്സിൽ കുറവ് വരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്തേക്കും എന്നുള്ളതാണ് വിവരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സെസ്, പ്രളയ സെസ് ഉൾപ്പെടെ 3 രൂപയാണ് പെട്രോൾ ഡീസൽ നികുതിക്ക് പുറമെ സെസ്സായിട്ട് സംസ്ഥാന സർക്കാർ ഈടാക്കുന്നത്. പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സെസ്സാണിത്. 2023-24 ബജറ്റിലാണ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ ഈ സെസ് പ്രഖ്യാപിച്ചത്. ഈ സെസ് മൂലം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലെ പമ്പുകളിൽ പെട്രോൾ ഡീസൽ വിൽപ്പന ഗണ്യമായി കുറഞ്ഞ സാഹചര്യമാണ്. പെട്രോൾ ഡീസൽ പമ്പുകൾ പൂട്ടേണ്ട സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതും ഇത് ഗൗരവത്തിൽ എടുക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി നിലവിൽ 20 വർഷമാണ്. എന്നാണോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് അത് മുതൽ 20 വർഷത്തേക്കാണ് കാലാവധി. ഈ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആലോചന നടത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ ആലോചന നടത്തുന്നത്. നിലവിൽ 20 വർഷമായി നിശ്ചയിച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ലൈസൻസ് ഉടമയ്ക്ക് 50 വയസ്സ് ആകുന്നത് വരെ നീട്ടാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയമാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്. നിലവിലെ ചട്ടപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 20 വർഷത്തേക്കാണ് സാധുവായിട്ടുള്ള കാലാവധിയുള്ളത്. കാലാവധി പൂർത്തിയായ ലൈസൻസ് പുതുക്കുന്നതിനായി അപേക്ഷ നൽകുകയും കണ്ണ് പരിശോധന അടക്കമുള്ള ആവശ്യമായിട്ടുള്ള മറ്റ് രേഖകൾ നൽകുകയും വേണം. അതാണ് 50 വയസ്സിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ മാറ്റം, പെർമിറ്റ് പുതുക്കൽ, ഫീസ് അടക്കൽ തുടങ്ങിയ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കാനുള്ള നടപടിയും കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ഓഫീസുകളുടെ തിരക്കും രേഖാപരമായിട്ടുള്ള നടപടികളും കുറയ്ക്കാനാകും എന്നാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. മറ്റൊരു വാഹനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്,
ഇൻഷുറൻസ് ഇല്ലാത്ത നിരവധി വാഹനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. വാഹനങ്ങളുടെ സെൻസസ് എടുക്കാൻ സംസ്ഥാന ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കഴിഞ്ഞ സർക്കാർ തന്നെ ആലോചിച്ചിരുന്നു. ആ പദ്ധതി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗതാഗത വകുപ്പ് ആലോചിക്കുന്നത് എന്നാണ് വിവരം. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസെങ്കിലും എടുക്കാത്ത വാഹനങ്ങൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടികൾ സംസ്ഥാന ഗതാഗത വകുപ്പ് തുടങ്ങുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അല്ലെങ്കിലും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമെടുത്ത് ഓടുന്നത് വലിയ വിഡ്ഢിത്തരമാണ്. എന്തെങ്കിലും അപകടത്തിൽ പെട്ടാൽ കുടുംബം വിറ്റാൽ പോലും നഷ്ടപരിഹാരം കൊടുത്താൽ തീരില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ മാസത്തെ ബജറ്റ് 19-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അതിൽ പെൻഷൻ വർധനവും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 200 രൂപ വർദ്ധിപ്പിച്ചേക്കാനാണ് സാധ്യത. 3000-ലേക്ക് എത്തിക്കുന്നതെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മാസത്തെ പെൻഷൻ വിതരണം 23-ാം തീയതി കടമെടുപ്പിന് ശേഷമാണ് ഉണ്ടാകുക. 24-നോ 25-നോ ആയിട്ട് പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലും അടുത്ത മാസം 5-നുള്ളിൽ എല്ലാവർക്കും ബാങ്ക് കയ്യിലും വിതരണം ഉണ്ടാകും. അപ്പോൾ ഈ മാസം കൂട്ടിയ പെൻഷനാണോ അതോ 2000 രൂപയാണോ എന്നുള്ളത് അപ്പോൾ വിതരണത്തിന്റെ അല്ലെങ്കിൽ ഉത്തരവ് വരുന്നത് വരെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ ഈ മാസം 1 മാസത്തേതാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. മറ്റ് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വീട്ടമ്മമാരുടെ ശമ്പളം 30,000 രൂപയായി കണക്കാക്കണം. അതായത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ വീട്ടമ്മമാർക്കും 30,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കി കണക്കാക്കണം. ഒരു സാങ്കല്പിക ശമ്പളം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടമ്മമാർ രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്നും അവരുടെ ശമ്പളമായിട്ട് 30,000 രൂപ അവരുടെ അടിസ്ഥാന ശമ്പളമായിട്ട് സാങ്കല്പിക അടിസ്ഥാന ശമ്പളമായിട്ട് 30,000 രൂപ കണക്കാക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപകടങ്ങളിലെ ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് കമ്പനികൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ കോടതി കണക്കാക്കുന്നത് ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം കൂടി കണക്കാക്കിയിട്ടാണ്. അപ്പോൾ വീട്ടമ്മമാർ പുറത്ത് ശമ്പളത്തിന് പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ വാഹന അപകടങ്ങളുടെ ഇൻഷുറൻസ് കേസുകളെല്ലാം പരിഗണിക്കുമ്പോൾ ഇനി ഈ ഒരു ശമ്പളം കൂടി കണക്കാക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അപകടത്തിൽ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ ഇൻഷുറൻസ് കേസിലാണ് ഈ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.